ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വീട്ടിൽ പോണ ദിവസമാണ് കേട്ടോ. ഞാൻ വീട്ടിൽ പോകുമ്പോൾ മാക്സിമം എല്ലാം ഒതുക്കിയിട്ടിട്ട് അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഡിമ്പിളായാലും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വാഷിംഗ് ഒക്കെ ഇന്നലെ കഴിഞ്ഞു. ഇനി ഈ ബെഡ്ഷീറ്റുകൾ മാറ്റുക, അലക്കിയിടുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. ഭംഗിയിൽ ചെയ്തിടണം. അപ്പോൾ ഇത് ഇത് എന്നോട് കുറേ പേര് ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു വെൽവെറ്റ് ബെഡ്ഷീറ്റിൻ്റെ ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുക. ഈ ബെഡ്ഷീറ്റും എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യും കേട്ടോ. എന്നെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. അപ്പം കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മീൻസ് ഞാൻ നിങ്ങളെ ഇന്ന് പ്രൊഡക്ട്സിൽ ടാഗ് ചെയ്ത് കാണിക്കാം. ഈ ബ്ലാങ്കറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ഞാൻ ടാഗ് ചെയ്തിട്ടിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഇത് ക്ലീൻ ചെയ്ത് മാറ്റാം. ഇതിൻ്റെ അടിയിൽ ഈ പറയുന്ന പോലെ പ്രൊട്ടക്ടർ ഉണ്ട്, ഞാൻ കാണിക്കുന്നത് മാറ്റിയതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ വേഗം മാറ്റട്ടെ. ചാക്കോയ്ക്കാണെങ്കിൽ പെട്ടെന്നൊരു പൂതി, ഡാഡിയുടെ ഫോട്ടോ എടുക്കണം. എന്നാൽ അവരുടെ സ്കൂളിൽ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിനാണ് ഈ വെള്ളയും പച്ചയൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡിയാക്കിയത്. ഫുൾ വൈറ്റ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ ഗെറ്റപ്പ്. അയ്യോ നോക്ക്, ബൈ പറ. ചേട്ടനാണോ ബൈ പറയണേ? ചേട്ടൻ പോയിട്ടില്ല. ചേട്ടൻ അവിടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. പാച്ചു അവിടെ, പാച്ചു റെഡിയായി നോക്കിക്കോ പോയിട്ട്. പാച്ചുവിനെ ഒച്ചുവും അപ്പാപ്പനെ റെഡിയാക്കുകയാണ്. പാച്ചു എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ചാക്കോൻ്റെ വീഡിയോ ഇടയ്ക്കൊന്ന് കുത്തിക്കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബെഡ്ഷീറ്റുകൾ മാറ്റുകയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഒരു പില്ലോ കവറിനകത്ത് ഈ വന്ന ബെഡ്ഷീറ്റിൻ്റെ ഇതിൻ്റെ പില്ലോ കവറ് കുറച്ച് വലിപ്പമുള്ള പില്ലോ കവറായിരുന്നു. അപ്പോൾ എൻ്റെ തലവേണ നമ്മൾ യൂസ് ചെയ്ത് അമങ്ങി പോകത്തില്ലേ. അപ്പോൾ 2 തലവണ ഞാൻ ഒരു പില്ലോ കവറിനകത്ത് വെച്ചിരിക്കും. ഇതല്ല കേട്ടോ, ഇത് ഡോൺ ചേട്ടൻ്റെ നല്ല കട്ടിയുള്ള തലവണകളാണ്. അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 2 ബെഡിലെ ഷീറ്റ് മാറ്റുമ്പോഴത്തേക്കിനും എൻ്റെ സകലമാന സ്റ്റാമിനയും പോയിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാവും. മടിയെന്ന് പറഞ്ഞാൽ ലോക മടിയാവും. എനിക്ക് എന്താ പറയുക, വിശക്കുന്ന പോലെയൊക്കെ തോന്നും. നമ്മളിതിൻ്റെ മുകളിൽ കയറി നിൽക്കണം, എടുക്കണം, പിടിക്കണം, പല പല പരിപാടികളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവരില്ലാത്ത സമയത്ത് എനിക്ക് ഈ ബെഡ്ഷീറ്റ് മാറ്റാനുള്ളൊരു ഓപ്ഷൻ എനിക്കുള്ളൂ. അങ്ങനെ ഇതേ ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അടിയിൽ ഞാൻ നമ്മുടെ ബെഡ് പ്രൊട്ടക്ടർ മാട്രസ് ഇട്ടിട്ടുണ്ട്. പിള്ളേരുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഞാനിന്നിപ്പോൾ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഞാൻ ആ ബെഡ്ഷീറ്റ് അലക്കിയിട്ടുണ്ട്. ഈ വെൽവെറ്റ് ബെഡ്ഷീറ്റ് ഒരു കുഴപ്പമില്ല. ഡോൺ ചേട്ടൻ അലക്കി കഴിയുമ്പോൾ എന്താവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും കളർ ഇളകുവോ അതുപോലെ തന്നെ മെറ്റീരിയലിന് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരുടെ സാധനങ്ങളും പുതപ്പുകളും ഒക്കെ കിടക്കേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞ ഇത് കേട്ടോ. 2 ബെഡിനും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യം ഞാനൊരു വെൽവെറ്റേ വാങ്ങിച്ച് നോക്കിയുള്ളൂ. അല്ലാതെ വാങ്ങിച്ചിട്ട് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കിടക്കുന്ന ബെഡിൽ മാത്രം ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ വെൽവെറ്റിൻ്റെ മുകളിൽ ഇവർ സുസു എങ്ങാനും ലീക്കായി പോയാൽ വെള്ളമായിട്ട് തന്നെ കിടക്കും. ഉണങ്ങാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ കണ്ട ഒരു ബുദ്ധിമുട്ട് അതാണ്. കറക്റ്റ് ഇന്നാണത് ഉണ്ടായത് കേട്ടോ. അലക്കാൻ എടുക്കുന്ന ദിവസം തന്നെ അങ്ങനെ ഉണ്ടായി. ഞങ്ങൾ ഇടുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാലാണ് പെട്ട് പോവുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അടുത്ത ബെഡിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം പൊടി തട്ടി അങ്ങനെ എടുക്കും കേട്ടോ. പിള്ളേരുടെ ബെഡ് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് ഇവരെപ്പോഴും ഇതിൻ്റെ മുകളിൽ കയറി ചാടും കേട്ടോ. ആ കട്ടിലിൽ നിന്ന് ഈ കട്ടിലിലോട്ട് ശരിക്കും കുരങ്ങന്മാരാണ്. ജനലിൽ ഇപ്പോൾ ഈ കർട്ടൻ ഇട്ട പിന്നെ കയറണില്ല. അത് ഇങ്ങോട്ട് താഴോട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൽ കയറാനുള്ള വ്യഗ്രത കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, പോകുന്നതിന് മുമ്പുള്ള ഒതുക്കൽ ഒരു 1.5 ഒതുക്കലാണ് കേട്ടോ. അപ്പം ഒരുവിധം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ബെഡ് പ്രൊട്ടക്ടർ ഇതാണ് കേട്ടോ. ഇതിലും ഉണ്ട്. ആദ്യം ഞാൻ ഇതിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ചാക്കോ എല്ലാ സ്ഥലത്തും കിടക്കണ കൂട്ടത്തിലാണ്. സോ ഇതിലും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടു. അല്ലാണ്ട് പറ്റില്ല. പിള്ളേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബെഡിലേക്ക് വാങ്ങിച്ചിടേണ്ട ഒരു മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മെത്തകളെല്ലാം നശിച്ചു പോവും. അങ്ങനെ അപ്പോൾ ഈ ഒരു കർട്ടനും റോഡും പറ്റിയാൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാരി ബാഗുകൾ. ഇതെല്ലാം സാരികളാണ്. ഇത് അണ്ടർ സ്കേർട്ടുകൾ ആണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ചെരിഞ്ഞ് വന്ന് ഇരിക്കുകയാണ്. ഇത് ഫുള്ള്
ഓരോ സാരികളും ഓരോ കവറിലാക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. സാരി കവറിൻ്റെ ഞാൻ കാണിക്കാം കേട്ടോ. കുറേ പേര് എന്നോട് പറഞ്ഞു. ഇതെൻ്റെ അത്യാവശ്യപ്പെട്ട ഫയലുകളും കാര്യങ്ങളും, പിന്നെ പിള്ളേരുടെ ഹെൽത്തിലെ കാർഡുകൾ, പിന്നെ ഇത് കുറച്ച് അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെയാണ്. എപ്പോഴും ആവശ്യമില്ലാത്ത ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാരി ബാഗ് ഞാൻ പറ്റിയാൽ ഈ വീഡിയോയിൽ പുറത്തെടുത്ത് കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം എന്നുള്ളത്. വെൽവെറ്റ് ബെഡ്ഷീറ്റ് എന്താണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഒരെണ്ണേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത് വാങ്ങിച്ചപ്പം 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. നമുക്ക് കിടന്നുറങ്ങാനും കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. സോഫ്റ്റ് ആണല്ലോ വെൽവെറ്റ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ വേഗം സമയങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. 10:30 അപ്പോൾ അതേ നമ്മുടെ ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇട്ട് വന്നപ്പോൾ ഇതിങ്ങനെയായി. പക്ഷേ സൈസ് സെയിം ആണ്, പക്ഷെ വിരിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എന്തായാലും സാധനം സൂപ്പറായിട്ടോ, നന്നായിട്ടില്ലേ? ഇഷ്ടമായാലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ഞാനിനി എല്ലാവരുടെയും സ്ഥായി ഡയലോഗുകൾ കോപ്പി അടിക്കാൻ പോവാണ്. അപ്പോൾ കുറേ പേര് ഈ റോഡിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ? ഇഷ്ടമായില്ലേ? ഇനി നമുക്ക് അടുത്തത് തുടച്ചിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. തുടയ്ക്കണം. ഡോൺ ചേട്ടൻ്റെ ഒരു ഷർട്ട് ഹാൻഡ് വാഷ് ചെയ്യാനുണ്ട്. അതും കൂടെ ഹാൻഡ് വാഷ് ചെയ്തിട്ടാൽ നമ്മുടെ പരിപാടികൾ ഓൾമോസ്റ്റ് ഡണ്ണാവും. പിന്നെന്താണ്, പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇതിവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തൂത്ത് തുടച്ചാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അതേ ഫുൾ തുടച്ച് ഈ റൂമും എല്ലാ റൂമും ഒക്കെ തുടച്ച് ഞാൻ പുകയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചെടിക്കൊക്കെ ഞാൻ ഇന്നലെ രാത്രിയെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ദേ കൊറിയർ വന്നത് എടുത്ത് പൊട്ടിച്ച കവറാണ് കേട്ടോ. അതിനി താഴെ കൊണ്ട് വെക്കണം. ബാക്കിയൊക്കെ ഒതുക്കിയതേ തുണികളൊക്കെ ഇന്നലെ ഞാൻ അലക്കിയിട്ടു. ഇനിയിപ്പോൾ വരുമ്പോഴത്തേനും അത് റെഡി ആയിട്ടുണ്ടാവും. ചെടികളിലെ വെള്ളമൊക്കെ മാറ്റി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ചിട്ട് പോയി 2 ദിവസം ഇനി വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. അങ്ങനെയൊക്കെ ദേ പോകാനുള്ള ബാഗൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ആ യൂണിഫോമുകളൊക്കെ അയൺ ചെയ്ത് വെച്ചു. ഇല്ലെങ്കിൽ വരുമ്പോൾ എന്തായാലും 2 ദിവസം അതിൻ്റെ ക്ഷീണം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ചെയ്ത് വെച്ചാൽ വരിക പോവുക അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേ എല്ലാ റൂമും നമ്മൾ മുകളിലത്തെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പോകുമ്പോൾ അത് ചെയ്തിട്ട് പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ചാക്കോച്ചൻ്റെ വക ഉരുട്ടൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതേ ബാത്റൂമൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം സ്റ്റാൻഡിൻ്റെ ലിങ്കൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. പറ്റിയാൽ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ പോകാനുള്ള സാധനത്തിൻ്റെ കൂടെ മാഗ്നറ്റും പെൻസിലും വെച്ചിട്ടില്ല എന്നുള്ള കാര്യം പിന്നെ ആലോചിച്ചു. അതിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതും ബാഗിൽ വെക്കണം. ഇത് അമ്മയ്ക്ക് ഉള്ളതാണ് കേട്ടോ. അമ്മ കുറേ നാളായിട്ട് പറയുന്നതാണ് ഒരു മാഗ്നറ്റ് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒട്ടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡിമ്പിളിൻ്റെ റൂമിലിരുന്നാണ് കേട്ടോ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷനോടെ വൈൻഡപ്പ് ചെയ്യും. അല്ലെങ്കിൽ പോകുന്നതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇനി എനിക്ക് കുളിച്ചൊന്ന് ഫ്രഷ് ആവണം, തലയൊക്കെ കുളിക്കണം. ആകെ മൊത്തം ചീഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, വെയിലത്തൊക്കെ ബാൽക്കണിയൊക്കെ അടിച്ച് കഴുകിയിട്ട് ഞാൻ ചെടിയൊക്കെ നനച്ചിട്ടു. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഈസിയാണ്. എനിക്കത് സമാധാനമുണ്ട്. 2 ദിവസം അവരതിൽ പിടിച്ച് നിന്നോളും. നമ്മൾ സൺഡേ നൈറ്റ് മോസ്റ്റ്ലി തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടും വയ്യ. ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ചുമയും പനി അങ്ങനെ ഇല്ലെങ്കിലും ചുമ ഞങ്ങളെ വളരെ കാര്യമായിട്ട് ബാധിച്ചു എന്ന് വേണം പറയാനുണ്ടോ. അത്രയ്ക്കും എനിക്കും ഡിമ്പിളിലും ചുമയെന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ ചുമയാണ്. അതിന് ഫസ്റ്റ് പ്രൈസ് ഡിമ്പിൾ എടുത്തു, സെക്കൻഡ് പ്രൈസ് ഞാൻ എടുക്കും, തേർഡ് പ്രൈസ് പാച്ചുവിന് കൊടുക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഡാഡിയും ആ ഒരു ലിസ്റ്റിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇനി ഫേഷ്യൽ ഹെയർസൊക്കെ എടുക്കണം, ഫേസ് ഒന്ന് കഴുകണം, ഫേസ് മാസ്ക് ഒക്കെ ഇടണമെന്ന് വിചാരിച്ചാണ്. ഒന്നും തന്നെ നടന്നില്ല. കാരണം എനിക്ക് മിനിഞ്ഞാന്ന് പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഡെലിവറിക്ക് ശേഷം ഒട്ടും പറ്റില്ല. അപ്പോൾ ആകെ മൊത്തം ടയേർഡാണ്. ഇതന്നെയും ഒക്കെ ഓക്കെ ആയി വരണം. പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് മമ്മിയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇനി എന്തൊരു കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ട് പോകും, ഇല്ലെങ്കിൽ ഇതോടെ വൈൻഡപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് കാണാം.